ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലുവക്കഞ്ഞിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കുടിക്കുന്ന ഈ ഒരു ഉലുവക്കഞ്ഞി ഒരു മാസം കുടിക്കുന്നവരുണ്ട്, രണ്ടാഴ്ച കുടിക്കുന്നവരുണ്ട്. കുറഞ്ഞത് ഒരു രണ്ടാഴ്ചയെങ്കിലും ഇത് കുടിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉലുവക്കഞ്ഞി എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കണ്ടു നോക്കാം. ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉലുവക്കഞ്ഞിൻ്റെ കിറ്റാണ് വാങ്ങിയത്. ഞങ്ങളുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇത് ഉലുവക്കഞ്ഞിൻ്റെ കിറ്റായിട്ട് കിട്ടും. ഇനി കിറ്റില്ലെങ്കിൽ ഇതിലുള്ള ഓരോ സാധനവും തൂക്കി വാങ്ങിയാൽ മതി. ഇനി ഈ ഒരു കിറ്റിൽ ഏതൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാക്കറ്റ് വൻപയറുണ്ട്, പിന്നെ ഉലുവ, നല്ല ജീരകം, മുതിര, ചെറുപയർ, പിന്നെ ഇതാ ഒരു പാക്കറ്റ് ഉഴുന്നുണ്ട്, പിന്നെ മുത്താറിയുണ്ട്, പിന്നെ അരിയായിട്ട് കുത്തരി ഉണ്ട് ഒരു പാക്കറ്റിൽ, പിന്നെ ഒരു പാക്കറ്റിൽ ഗോതമ്പുണ്ട്. പിന്നെ ഒരു ചെറിയ പാക്കറ്റിൽ ഞവരരിയും, പിന്നെ കടൽപ്പരിപ്പും, പിന്നെ ഉള്ളത് എള്ളുമാണ്, ഒരു ചെറിയ പാക്കറ്റിൽ എള്ളും. അങ്ങനെ മൊത്തം 12 സാധനം ഇതുണ്ട്. പിന്നെ നമ്മൾ മധുരത്തിനുള്ള ശർക്കരയും പിന്നെ നമ്മൾ തേങ്ങാപ്പാലും ചേർക്കുമല്ലോ. അങ്ങനെ മൊത്തം 14 സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടി പാക്കറ്റ് പൊളിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ജീരകം ചേർക്കുന്നില്ല, മുത്താറിയും ചേർക്കുന്നില്ല, പിന്നെ ഇതില്ലേ എള്ള് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ എള്ളും നല്ല ജീരകം കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മളിത് കഴുകി എടുക്കുകയും ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ആ ഒരു സമയത്ത് ഇതുണ്ടാവും എള്ളും ജീരകവും മേലെ പൊന്തി എന്നിട്ട് വെള്ളം ഒഴിച്ച് കളയുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. പിന്നെ മുത്താറി മിക്സ് ചെയ്യാത്തത്, മുത്താറി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അത് വേറെ തന്നെ കടിക്കുന്നുണ്ടാവും. കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമാവില്ല. അതുകൊണ്ട് മുത്താറി തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് തേങ്ങയിൽ കുറച്ച് ചേർത്ത് അരച്ചെടുത്തിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കൽ. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ടാണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ഇതുപോലെ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാ ദിവസവും ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ എടുത്താൽ മതി. ഇനി ഈ ഒരു കപ്പ് എടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നന്നായി ഞെരടി കഴുകിയെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. ഇപ്പം നമ്മൾ ഒരു കപ്പാണല്ലോ എടുത്തത്. ഞാനിപ്പോൾ ഇത് പൊതിരാനായിട്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതാ നല്ലോണം പൊതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ പുറത്തിട്ട് വൈകുന്നേരമാണ് ഇത് വേവിക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് എള്ളും ജീരകവും ചേർത്ത് കൊടുക്കണം. അതിങ്ങനെ അരിപ്പയിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ 1 ടീസ്പൂൺ എള്ളും 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടുപ്പിച്ചെടുത്താൽ ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുക. അതിനിത് തേങ്ങ ഞാൻ ചിരകിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുത്താറിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുത്താറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ തേങ്ങയും മുത്താറിയും കൂടി അരച്ചിട്ട് അതിൻ്റെ പാൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം എടുത്ത് വെച്ച പാലായത്. ഒന്നാം പാലായിട്ട് മാറ്റി വെക്കുന്നൊന്നുമില്ല. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത്
അപ്പോൾ ഇതാ കുക്കർ വിസിലടിച്ചതിന് ശേഷം ഞാൻ എയറെല്ലാം ഒഴിഞ്ഞിട്ടാണ് ഇത് തുറന്നെടുക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് മുത്താറിയെല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ മുത്താറി വേകുന്ന സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. വെല്ലം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഷുഗർ ഉള്ളവരൊക്കെ കഴിക്കുമ്പോൾ വെല്ലം ചേർക്കാതെയോ കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല മധുരം ആവശ്യമുണ്ടാവും. അന്നേരം നല്ലോണം തന്നെ വെല്ലം ചേർത്ത് കൊടുത്താൽ മതി. വെല്ലം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഇവിടെ മൊത്തത്തിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്കാണ് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഉള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച ഉലുവക്കഞ്ഞി ഉണ്ടല്ലോ ബൗളിലുള്ള അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മൊത്തത്തിൽ ഇതിങ്ങനെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കിയാൽ. പിന്നെ ഷുഗറിനും കൊളസ്ട്രോളിനും ശരീരവേദനക്കും എല്ലാം നല്ലതായിരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ പയർ വർഗ്ഗങ്ങളാണല്ലോ കൂടുതലുള്ള. പിന്നെ അരി ആകെ കുറച്ച് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞവര അരിയാണ് ചേർത്തത്. പിന്നെ കുത്തരിയാണല്ലോ ചേർത്തത്. അതുകൊണ്ട് എന്തായാലും കഴിക്കുന്നത് നല്ലതായിരിക്കും ഇത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.